ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന അധികാരികളൊന്ന് കാണണം, ഒന്ന് കേൾക്കണം, എന്തായാലും കേൾക്കണം. ഇത് കേട്ടാലേ പറ്റൂ. ഞാൻ കാണുന്ന വീഡിയോ അധികാരികൾ ഇതിന് നടപടി എന്തായാലും എടുത്താലേ പറ്റൂ. കഴിഞ്ഞാൽ ഇത് എന്തായാലും ഒന്ന് മനസ്സിലാക്കണം, ഇത് കേൾക്കണം, ഇത് കാണണം. അധികാരികൾ ഇതെല്ലാം എല്ലാം കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാനൊരു മാനസിക വെല്ലുവിളി നേടുന്ന ഒരാളാണ്. ഈ മാനസിക വെല്ലുവിളി നേരെ ഗവൺമെൻറ് മുമ്പ് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞാൽ മാനസിക വെല്ലുവിളി നേടുന്നവരെ എൻ്റെ സംസ്ഥാനം ഉൾപ്പെടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ മാനസിക വെല്ലുവിളി നേടുന്നവരെ ഇവിടുന്ന് ആശുപത്രിയിൽ പോയിട്ടായിട്ടുമ്പം ഞാൻ വെള്ളരിക്കുണ്ട് താലൂക്കിൽ പെട്ട ആളാണ് ഞാൻ. ആ വെള്ളരിക്കുണ്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടായിട്ട് 2 പ്രാവശ്യം എന്നെ വിളിച്ചു. 2024 ഞാൻ അപേക്ഷ കൊടുത്തത്. അപ്പം അപേക്ഷ കൊടുത്തിട്ട് 2023 അപേക്ഷ കൊടുത്ത് 2 പ്രാവശ്യം വിളിച്ചു. പിന്നെ വിളിച്ചിട്ട് പിന്നെ ബാക്കിയെല്ലാം വിളിച്ചു. പിന്നെ പോയി ചോദിക്കുമ്പോൾ പറഞ്ഞത് അർഹതപ്പെട്ടവരെ ഞങ്ങൾ വിളിച്ചു, നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതെന്ത് കാരണം എന്നറിയില്ല. മാനസിക വെല്ലുവിളി എത്ര ആൾക്കാർ പുറത്താക്കിയിട്ടുണ്ടോ, അർഹതയുള്ളവരെല്ലാം പുറത്തു. ഗവൺമെൻറ് ഇത് കാണണം, ഇത് കണ്ടാലേ പറ്റൂ. ഇത് നടപടി എന്തായാലും വേണം. കാരണം ഞാൻ ഈ നടപടി എടുത്താലേ പറ്റൂ. അന്വേഷണം വേണം. അന്വേഷണം ഇല്ലാതെ ആർക്കും ഒന്നും കൊടുക്കാൻ പാടില്ല. അന്വേഷണം എന്തായാലും വന്നാലേ പറ്റൂ. കാരണം അന്വേഷണം ഇല്ലാതെ വെറുതെ ആർക്കെല്ലാം കൊടുത്തെന്ന് അറിഞ്ഞത് ആർക്കെല്ലാം കിട്ടുമെന്നറിയാം. ഞാൻ മാനസിക നേടുന്ന ആളാണ്. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ പുറത്താക്കിയിട്ടാണുള്ളത്. ഞങ്ങൾക്ക് 26 വർഷമായി സുഖമില്ലാതായിട്ട്. അപ്പോൾ നമ്മളൊന്നും ഇനി അർഹതയില്ലേ? എന്ത് കാരണം എന്നറിയില്ലല്ലോ. ഈ മാനസിക നേടുന്നത് നിങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഇവർ ആശുപത്രി എങ്ങനെ ചെയ്തിട്ടുണ്ട് ആർക്കറിയാം? ഇത് എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കറിയാം? ആ ഗവൺമെൻറ് പറയുന്നത് മാനസിക നേടുന്നവർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് കിട്ടുന്നില്ലല്ലോ. എന്ത് കാരണം എന്നറിയില്ലല്ലോ. ഇത് ആരെല്ലാം എങ്ങനെ എടുത്തതെന്നൊന്നും ഗവൺമെൻറ് ഒരു അന്വേഷണം വേണം. വെറുതെ ഒരാളെ ഈ ബെൻഡസർഫാൻ്റെ ക്യാമ്പ് വരുമ്പോൾ എങ്ങനെ എടുക്കുന്നത്? ഈ അർഹതയുള്ളവരെല്ലാം പുറത്തല്ലേ. അന്വേഷണം വന്നിട്ട് അർഹതയുള്ളവരെല്ലാം എടുക്കണം. അർഹതയുള്ളവരെല്ലാം നോക്കിയിട്ട് എടുക്കണം. എന്നിട്ട് വേണം ക്യാമ്പ് വെക്കാൻ വേണ്ടി. ഇത് ആശുപത്രി ഇവർക്ക് തോന്നുന്ന ആളെയിലിട്ട് അത് ഗവൺമെൻറ് അന്വേഷണം നടത്തിയിട്ട് വേണം ഇത് ചെയ്യണമെങ്കിൽ. എന്തായാലും ഇത് നോക്കണം. അന്വേഷണം നടത്തിയേ പറ്റൂ. ഇത് ആശുപത്രിയിൽ നിന്ന് അവർക്ക് ആരെങ്കിലും ഇട്ടെന്ന് ആർക്കറിയാം? ഇത് നമ്മളെല്ലാം പുറത്താക്കിയിട്ടില്ലത്. നിങ്ങൾക്ക് കിട്ടിയില്ല അറിഞ്ഞിട്ട് പോകുമ്പോഴേ അവർ ചൂടാണ്. അതെന്താ കാരണം? ഭിന്നശേഷിക്കാരെ അല്ലെങ്കിൽ ആർക്കും കണ്ടുകൂടല്ലോ. ഭിന്നശേഷിക്കാരൊന്ന് പോയി ചോദിക്കുമ്പോഴേക്ക് അവരോട് ചൂടാക്കിയിട്ട് പുറത്താക്കുന്നതല്ലേ. ഭിന്നശേഷിക്കാരെ കണ്ടിനാൻ പാടില്ല. മറ്റവർക്കല്ലോ കുറച്ച് പണമുണ്ട്, പൈസ ഉണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ ഓന് വിലയുണ്ട്. പാവപ്പെട്ട നമ്മളെ ഭിന്നശേഷിക്കാരെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വിലയില്ല. നമ്മൾ നായിക്ക് സമം. അങ്ങനെയില്ല, എറിഞ്ഞ് പുറത്താക്കും. അധികാരി ഇത് കാണണം, എന്തായാലും കാണേണ്ടേ പറ്റൂ. ഇതൊരു നടപടി എന്തായാലും വേണം. ഞാൻ വെള്ളരിക്കുണ്ട് താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഇത് അപേക്ഷ കൊടുത്തത്. എൻ്റെ സംസ്ഥാനത്തിൽ 2023. ഇതെന്തായാലും കാണണം.